മൃതദേഹങ്ങൾ കുന്നുകൂടി കിടക്കുന്നു. മനുഷ്യന്റെ ചോരയാൽ ഭൂമി ചുവന്നിരിക്കുന്നു. പടിഞ്ഞാറൻ സുഡാനിലെ അൽഫാഷർ നഗരത്തിലാണ് ആരെയും ഞെട്ടിക്കുന്ന ഇത്തരം സംഭവങ്ങൾ. BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി ഈ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഓൾ ഐസ് ഓൺ ഗസ എന്ന് വിലപിച്ച മലയാളികളോ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹം തുളുമ്പുന്ന ഹമാസ് സ്വതന്ത്ര സമര സേനാനികളാണെന്ന് പറഞ്ഞവരോ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞാലൊട്ട് വാ തുറക്കുകയുമില്ല. ഏതൊരു മനുഷ്യന്റെയും കണ്ണു നിറയിക്കുന്ന കാഴ്ചകളാണ് സുഡാനിൽ നടക്കുന്നത്. 2023 ഏപ്രിൽ 15 സൈനിക ഗവൺമെന്റിന്റെ രണ്ട് എതിരാളി വിഭാഗങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര യുദ്ധത്തിന്റെ നടുവിലാണ് സുഡാൻ. ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാന്റെ നേതൃത്വത്തിലുള്ള സുഡാനീസ് സായുധ സേനയും വിശാലമായ ജഞ്ചവീദ് സഖ്യത്തിന്റെ നേതൃത്വം നൽകുന്ന മുഹമ്മദ് ഹംദാൻ ദഗലോ, പൊതുവെ ഹെംദി എന്നറിയപ്പെടുന്നു, ഇയാൾ നയിക്കുന്ന അർദ്ധ സൈനിക റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും ഈ സംഘടനത്തിൽ ഉൾപ്പെടുന്നു. നിരവധി ചെറിയ സായുധ ഗ്രൂപ്പുകളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. വലിയ തോതിലുള്ള യുദ്ധങ്ങളുടെ സംഘർഷം ആരംഭിച്ച തലസ്ഥാനമായ ഖാർത്തൂമിലും ഡാഫർ മേഖലയിലും ഇത് തുടരുകയാണ്. സുഡാനിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച പ്രസിഡന്റ് ഒമർ അൽ ബഷീറിനെ 2019 പുറത്താക്കിയതിനെയും അതിനെ തുടർന്നുള്ള സംയുക്ത സൈനിക സിവിലിയൻ ഗവൺമെന്റിന്റെ തകർച്ചയും തുടർന്നുണ്ടായ അധികാര പോരാട്ടങ്ങളിലും വേരൂന്നിയ ഈ സംഘർഷം രാജ്യത്തെ തകർത്തു കളഞ്ഞിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തകർക്ക് പോലും ഈ യുദ്ധത്തിൽ മാനുഷിക സഹായങ്ങൾ എത്തിക്കാനോ ജനങ്ങൾക്ക് ആവശ്യമുള്ള സേവനങ്ങൾ നൽകാനോ സാധിക്കുന്നില്ല. 15,000-ലധികം ആളുകളാണ് കഴിഞ്ഞ ദിവസം വരെയും കൊല്ലപ്പെട്ടത്. 14 ദശലക്ഷത്തിലധികം പേരാണ് കുടിയിറക്കപ്പെട്ടത്. പട്ടിണി കൊണ്ടും ഈ മതയുദ്ധത്തിലും മരണപ്പെടുന്ന കുട്ടികളും നിരവധി. ഇതിന്റെ തുടർച്ചയായി പടിഞ്ഞാറൻ സുഡാനിലെ അൽഫാഷർ നഗരം റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് പിടിച്ചടക്കിയതിന് പിന്നാലെ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ 2000-ലധികം സാധാരണക്കാർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമാണ് കൊല്ലപ്പെട്ടതിൽ ഭൂരിഭാഗവും. ഒക്ടോബർ 26-നും 27-നുമായാണ് ഈ കൊടും ക്രൂരത നടന്നതെന്ന് സംയുക്ത സേന അറിയിച്ചു. 18 മാസത്തിലേറെ നീണ്ട ഉപരോധ യുദ്ധത്തിന് ശേഷമാണ് ദാഫൂർ മേഖലയിലെ പ്രധാനപ്പെട്ട സംസ്ഥാന തലസ്ഥാനമായ അൽഫാഷർ RSFന്റെ നിയന്ത്രണത്തിലാകുന്നത്. ഇതോടെ ദാർഫൂർ മേഖലയിലെ എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളുടെയും നിയന്ത്രണം RSF ഏറ്റെടുക്കുന്നു. അൽഫാഷറിൽ നിരപരാധികളായ സിവിലിയന്മാർക്കെതിരെ RSF ഏറ്റവും ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തതായി സംയുക്ത സേന പറയുന്നു. നഗരം പിടിച്ചെടുക്കുന്നതോടെ വൻതോതിലുള്ള അതിക്രമങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രാദേശിക ഗ്രൂപ്പുകളും അന്താരാഷ്ട്ര NGOകളും നേരത്തെ മുന്നറിയിപ്പ് നൽകുന്നു. യേൽ യൂണിവേഴ്സിറ്റിയുടെ ഹ്യൂമാനിറ്റേറിയൻ റിസർച്ച് ലാബ് പുറത്തുവിട്ട വിവരങ്ങൾ ആശങ്കകൾ ശരിവെക്കുന്നുണ്ട്. ഫർ, സാഗവ, ബർട്ടി ഉൾപ്പെടെയുള്ള അറബികളല്ലാത്ത തദ്ദേശീയ സമൂഹങ്ങളെ വംശീയമായി ഉന്മൂലനം ചെയ്യാനും നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കാനും കൊലപ്പെടുത്താനുമുള്ള ആസൂത്രിത ശ്രമങ്ങളാണ് അൽഫാഷറിൽ നടക്കുന്നതെന്ന് റിപ്പോർട്ടുണ്ട്. ഇതിനിടെ RSF നിയന്ത്രിത മേഖലകളിൽ സാധാരണക്കാരെ വെടിവെച്ച് കൊല്ലുന്നതിന്റെ വീഡിയോ പ്രാദേശിക ആക്ടിവിസ്റ്റുകളും പുറത്തുവിട്ടു. ഈ വീഡിയോ AFP വാർത്താ ഏജൻസി സ്ഥിരീകരിച്ചു. അൽഫാഷറിൽ നടന്ന RSFന്റെ നടപടികൾ യുദ്ധക്കുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും തുല്യമാണെന്നും വംശഹത്യയുടെ തലത്തിലേക്ക് ഉയരാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഈ അതിക്രമങ്ങൾ സുഡാനിലെ മാനുഷിക പ്രതിസന്ധിയുടെ ആഴത്തിന് തെളിവാണ്. അർദ്ധസൈനികരായ യുദ്ധക്കുറ്റവാളികൾ തദ്ദേശീയ ജനവിഭാഗങ്ങളെ തെരഞ്ഞു പിടിച്ചു കൊന്നൊടുക്കുകയാണ്. കഴിഞ്ഞ 18 മാസത്തിലധികം നഗരത്തെ ശുദ്ധീകരിക്കുക അഥവാ ഇസ്ലാമികവൽക്കരിക്കുക എന്ന പ്രഖ്യാപനവുമായി അൽഫാഷർ മേഖലയിൽ 2,60,000-ഓളം വരുന്ന ജനങ്ങളെ ഉപരോധത്തിലാക്കിയിരിക്കുകയാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഇസ്ലാമിസ്റ്റ് ജിഹാദി വിഭാഗമായ സൈനികർ. ഇതുവഴി ഇസ്ലാമിതര വംശീയ ഉന്മൂലനമാണ് RSF ഇസ്ലാമിസ്റ്റുകൾ ലക്ഷ്യമിടുന്നതെന്ന് സുഡാന്റെ സൈന്യത്തിന്റെ സഖ്യകക്ഷികളായ ജോയിന്റ് ഫോഴ്സ് കഴിഞ്ഞ ചൊവ്വാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. തദ്ദേശീയർ തിങ്ങിപ്പാർക്കുന്ന അൽഫാഷർ നഗരത്തിന്റെ പതനം തുടർ കൂട്ടക്കൊലകൾക്ക് കാരണമാകുമെന്നും പ്രാദേശിക ഗ്രൂപ്പുകളും അന്താരാഷ്ട്ര NGOകളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വീടുകൾ തോറും കയറിയിറങ്ങി അമുസ്ലിം ജനവിഭാഗങ്ങളെ കണ്ടെത്തി ഉന്മൂലനം ചെയ്യുകയാണ് RSF. ഇതിനെ അവർ വിശേഷിപ്പിക്കുന്നത് വീട് തോറുമുള്ള ക്ലിയറൻസ് പ്രവർത്തനങ്ങൾ എന്നാണ്. ഫർ, സാഗവ, ബെൽറ്റി എന്നീ ജനവിഭാഗങ്ങൾ സുഡാനിലെ ഡാഫോ മേഖലയിൽ നിന്നും കിഴക്കൻ ചാഡിന്റെ ചില വിഭാഗങ്ങളിൽ നിന്നുമുള്ള തദ്ദേശീയ അറബ് ഇതര വിഭാഗക്കാരാണ്. ചരിത്രപരമായ കാർഷിക വൃത്തിക്കും നാടോടി ജീവിതശൈലിക്കും വ്യത്യസ്തമായ സാംസ്കാരിക ഇടപെടലുകൾക്കും പേര് കെട്ടവരാണ്. സുഡാനിൽ നിലവിലവിടുത്തെ സൈന്യവും RSFും തമ്മിൽ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗം കൂടിയാണ് സാധാരണക്കാരെ കൊന്നൊടുക്കി അൽഷാഫർ പിടിച്ചെടുത്തത്. എന്തായാലും ഓൾ ഐസ് ഓൺ ഗസ എന്ന് പറഞ്ഞ ആളുകൾ ഈ സുഡാനിൽ നടക്കുന്ന വംശഹത്യ യഥാർത്ഥത്തിൽ ഇത് വംശഹത്യയാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കണം. നിങ്ങളുടെ കണ്ണുനീർ ഗസയിലേക്ക് നോക്കുമ്പോൾ മാത്രമല്ല നിറയേണ്ടതും ഒഴുകേണ്ടതും. അത് ഏതൊരു സാധാരണക്കാരൻ ഏതരത്തിൽ മരണപ്പെട്ടാലും നിറയുകയും കവിയുകയും ഒഴുകുകയും വേണം. അല്ലാത്തവരെ മനുഷ്യരെന്നല്ല വിളിക്കേണ്ടത്.